നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. RCB അടിച്ച് തകർത്ത് തരിപ്പണമാക്കി. വെറും 6.3 ഓവറിൽ വിജയലക്ഷ്യമായ 76 റൺ അവർ നേടി. ഡൽഹി ക്യാപിറ്റൽസ് ഇന്ന് ഒരു നിലയിലും നിലം തൊട്ടില്ല, ഒരു രീതിയിലും. അവർ ബാറ്റ് ചെയ്യുമ്പോൾ 75 റണ്ണിന് പുറത്ത്, ബൗൾ ചെയ്തപ്പോൾ 6.3 ഓവറിൽ ഈ 76 റൺ വിട്ടുകൊടുക്കുകയും ചെയ്തു. അതിഗംഭീര പെർഫോമൻസാണ് നിലവിലെ ചാമ്പ്യന്മാരായ RCBയുടേത്. അവർ വീണ്ടും ചാമ്പ്യന്മാരാകുന്നതിൻ്റെ വഴിയിലാണ്. ഒരു ചാമ്പ്യൻ ടീമിനെ പോലെയാണ് അവർ കളിക്കുന്നത്. ബൗൾ ചെയ്തതും ബാറ്റ് ചെയ്തതും ഫീൽഡ് ചെയ്തതും അതിൽ തർക്കമില്ല. ബാറ്റിങ്ങിൽ 20 റണ്ണെടുത്ത 11 പന്തിൽ 20 റണ്ണെടുത്ത ജേക്കബ് ബേത്തലിൻ്റെ വിക്കറ്റാണ് അവർക്ക് നഷ്ടമായത്. പിന്നീട് വന്ന ദേവ്ദത്ത് പടിക്കൽ അടിച്ച് തകർത്ത് കളഞ്ഞു. 13 പന്തിലാണ് 34 റൺ അടിച്ചത്. 3 4 3 6. ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല ദേവദത്തിൻ്റെ കളി. വിരാട് കോഹ്ലി ആകട്ടെ 23 റണ്ണ്, 15 പന്തിൽ 23 റൺ അടിച്ച് പുറത്താകാതെ നിന്നു. അങ്ങനെ ദേവദത്ത് പടിക്കലും വിരാട് കോഹ്ലിയും കൂടി വേണ്ട റണ്ണ് 6.3 ഓവർ ആയപ്പോൾ പൂർത്തിയാക്കി. അങ്ങനെ RCBക്ക് 13.3 ഓവർ ബാക്കി നിൽക്കുമ്പോഴാണ് ഈ വിജയം എന്നുകൂടി ഓർക്കണം. അസാധാരണമായ റൺ റേറ്റാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. അവർ വല്ലാതെ മുന്നിൽ പോകും എന്നുള്ള റൺ റേറ്റിൻ്റെ കാര്യത്തിൽ എന്നുള്ളതിൽ തർക്കമില്ല. പോയിൻ്റ് പട്ടികയിൽ അവർ മുകളിലേക്ക് കയറും. എന്തുകൊണ്ടും RCBക്ക് അതിഗംഭീരമായ വിജയമാണ്. ഡൽഹി ക്യാപിറ്റൽസിന് എല്ലാ അർത്ഥത്തിലും ദുരന്തമാണ് ഈ മത്സരം. ഒരു നിലയിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയ ഒരു മത്സരം. പവർ പ്ലേയിൽ അവർ ബാറ്റ് ചെയ്തപ്പോൾ പവർ പ്ലേയിൽ വെറും 13 റണ്ണ് എടുത്ത് 6 വിക്കറ്റ് പോയി. യഥാർത്ഥത്തിൽ 8 റൺ എടുക്കുമ്പോഴേക്കും അവരുടെ 6 വിക്കറ്റ് പോയിരുന്നു. പിന്നീട് എങ്ങനെയൊക്കെയോ ഡേവിഡ് മില്ലർ 19 റൺ അടിച്ചു, അഭിഷേക് പോറൽ 30 റൺ അടിച്ചു. എങ്ങനെയൊക്കെയോ 75 റണ്ണിൽ എത്തിയതാണ്, അതും 16.3 ഓവറിൽ. പിന്നെയും 3.3 ഓവർ ബാക്കിയുണ്ടായിരുന്നു. RCBക്ക് വേണ്ടി ജോഷ് ഹേസൽവുഡ് 4 വിക്കറ്റും ഭുവനേശ്വർ കുമാർ 3 വിക്കറ്റും വീഴ്ത്തി. അതിഗംഭീരമായ ബൗളിംഗ് ആയിരുന്നു. എന്തുകൊണ്ടും അവർ ബൗളിങ്ങിലും ബാറ്റിംഗ് ചെയ്യാൻ വന്നപ്പോൾ തകർത്തു. ആദ്യം ജേക്കബ് ബദൽ, പിന്നീട് ദേവദത്ത് പടിക്കൽ, പിന്നീട് വിരാട് കോഹ്ലി. ഈ നിലയിൽ RCB തകർത്തടിച്ചു. അവർ വല്ലാത്തൊരു ഗംഭീര കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചാമ്പ്യൻ ടീമിന് ചേർന്ന എല്ലാ നിലയിലും ചേർന്ന കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. RCBയെ സൂക്ഷിക്കുക തന്നെ വേണം. അവർ നല്ല ഫോമിലാണ്. അത് ബൗളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും അവർ തകർത്ത് കളിക്കുകയാണ്. RCBയെ സൂക്ഷിക്കുക എന്നത് മാത്രമാണ് മറ്റ് ടീമുകൾക്ക് ഇനി ചെയ്യാനുള്ളത്.